ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ആകെ 2 പ്രോബ്ലംസ് മാത്രമേ ഈ ബേസിൽ അല്ലെങ്കിൽ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൂ. ഒരെണ്ണം നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ പഠിപ്പിച്ച സമയത്ത് ഇൻവേഴ്സിൽ 1-1-2 സെക്ഷൻസിനകത്ത് ഇൻവേഴ്സിന് തൊട്ട് മുമ്പ് 1-1-2 സെക്ഷനകത്ത് നമ്മളത് ഡിസ്കസ് ചെയ്ത കേസാണ്. ഇത് പ്രോബ്ലത്തിന്റെ മോഡൽ എന്ന് പറഞ്ഞ ഇതാണ്. ക്രോസ് പ്രോഡക്റ്റില് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. നമ്മളവിടെ എ ക്രോസ് എ എന്ന് പറയുന്ന ഒരു ക്രോസ് പ്രോഡക്റ്റില് നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1-1-2 ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് ക്രോസ് പ്രോഡക്റ്റ് സെറ്റ് ആയിട്ട് വരുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുന്നു. ഇറ്റ് ഈസ് n ക്രോസ് n. n ക്രോസ് n എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് രണ്ടും. നാച്ചുറൽ നമ്പേഴ്സ് അതിനോട് തന്നെയുള്ള ക്രോസ് പ്രോഡക്റ്റ് 1-1-1-2-1-3-1-4 എക്സെട്ര 2-1-2-2-2-3 എക്സെട്ര അങ്ങനെ പോകും. അടുത്ത 3-1-3-2-3-3-3-4 എക്സെട്ര ഇങ്ങനെ പോകുന്ന എല്ലാ ഓർഡേർഡ് പെയേഴ്സുകളും കൂടി ചേർന്നിട്ടുള്ള സെറ്റാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന സെറ്റാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ്. എ സ്റ്റാർ ബി എന്ന് പറയുന്നതിന് പകരം ഇവിടെ പറയേണ്ടത് n ക്രോസ് n ആയതുകൊണ്ട് ഓരോ ഓർഡേർഡ് പേരുകളാണ് നമ്മൾ പറയുന്നത്. എ ബി സ്റ്റാർ സി ഡി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. അതായത് ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ താഴോട്ട് പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളൂ. എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പേരും സി ഡി എന്ന് പറയുന്ന ഓർഡേർഡ് പേരും തമ്മിൽ നിങ്ങൾ സ്റ്റാർ ഓപ്പറേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ we will get the result as sum of the x coordinate as x coordinate and sum of the y coordinate as y coordinate. ഇത് x coordinateകളുടെ സം എന്ന് പറയുന്നത് x coordinate ആയിട്ട് എഴുതുക, y coordinateകളുടെ സം y coordinate ആയിട്ട് എഴുതുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2-3 4-5 കൂടി ഞാൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ 2-3 സ്റ്റാർ 4-5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുകളുടെ സം അതായത് 2+4 ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് മാറും. അടുത്ത വൈ കോർഡിനേറ്റുകളുടെ സം എന്ന് പറയുന്നത് 3+5 ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആയിട്ട് മാറും. സോ 2+4 എന്ന് പറയുന്നത് 6 ആണ്, 3+5 എന്ന് പറയുന്നത് 8 ആണ്. സോ 6-8 എന്ന് പറയുന്ന n ക്രോസ് n മറ്റൊരു ഇടത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ് നമുക്കറിയാം. ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഈ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ, ഇനി ഈ ബൈനറി ഓപ്പറേഷന് ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇൻവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് യുണീക്ക് ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ രീതിയിൽ ഇൻവേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ. അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള എലമെന്റ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവേഴ്സിനെ കുറിച്ച് നമ്മൾ ബോധേണ്ട കാര്യം. അപ്പൊ ഞാൻ ഈ ഒരു കേസിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ചെയ്യാം. ഇവിടുത്തെ എലമെന്റ്സുകളെല്ലാം ഓർഡേർഡ് പെയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾറെഡി നമുക്കറിയാം, വി നോ ദാറ്റ് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. വി നോ ദാറ്റ് എ ബിയും സി ഡിയും n ക്രോസ് n എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് ആർക്കിക്കരന്മാരുടെ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് is equal to by definition we know that a plus c comma b plus d, isn't it? Now let's find out the reverse order, that is cd star ab എന്ന് പറയുന്നത് what will be the result? ഇവിടുത്തെ x കോർഡിനേറ്റുകളുടെ സം നമ്മൾ ഇവിടുത്തെ x കോർഡിനേറ്റ് എഴുതണം, y കോർഡിനേറ്റുകളുടെ സം നമ്മൾ y കോർഡിനേറ്റ് എഴുതണം. സോ ആ ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് c plus a, d plus b എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടും. What about c plus a? What about a plus c? Whether they are equal or not? എയും സിയും എയും അല്ലെങ്കിൽ ബിയും ഡി എന്നൊക്കെ പറയുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം, കാരണം n ക്രോസ് n ലുള്ള എലമെന്റ്സ് ആയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ എലമെന്റ്സുകളും എയും ബിയും സിയും ഡിയും എല്ലാം നാച്ചുറൽ നമ്പർ ആണ്.
നമുക്കറിയാം രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. 2+3 എന്ന് പറയുന്നത് 5 ആണ്, 3+2 എന്ന് പറയുന്നത് 5 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് C പ്ലസ് എയ്ക്കും വരെ നമുക്ക് ആരെ പറയാം, A പ്ലസ് സി നമുക്ക് പറയാം. സോ A പ്ലസ് സി D പ്ലസ് ബിക്കും വരെ നമുക്ക് ആരെ പറയാം, B പ്ലസ് ഡി നമുക്ക്. അപ്പോൾ ഈ രണ്ട് കേസിനകത്ത് നമുക്ക് A പ്ലസ് സി B പ്ലസ് ഡി എന്ന് പറയുന്ന എലമെന്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Therefore that is നമുക്ക് പറയാം AB star CD എന്ന് പറയുന്നത് which is equal to CD star AB. Therefore we can say that star is commutative. Star എന്ന് പറയുന്നത് എന്താണ്, commutative. ഓക്കേ, ഇനി അടുത്ത രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കണം. ഇത് അസോസിയേറ്റീവ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അസോസിയേറ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 3 എലമെന്റ്സുകൾ എന്തായാലും ആ സെറ്റിനകത്തുള്ളത് വേണം. ഇവിടെ നമുക്ക് 3 എലമെന്റ്സുകൾ എന്ന് പറയുന്നത് ആരൊക്കെ എടുക്കാം, AB എടുക്കാം, രണ്ടാമത്തെ എലമെന്റ് CD ഞാൻ എടുക്കുന്നു, മൂന്നാമത്തെ എലമെന്റ് EF ഞാൻ എടുക്കുന്നു. Element of capital A. Element of capital A എന്ന് പറയുന്നത് it is very clear that it belongs to n cross n. n cross n എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റിനകത്തുള്ള എലമെന്റ്സ് ആണ്. ഇവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടത് AB സ്റ്റാർ CD. ഓക്കെ, അതിന് നമ്മൾ ആരുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, EF എന്ന് പറയുന്ന എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. സോ വാട്ട് വിൽ ബി ദ റിസൾട്ട്? AB സ്റ്റാർ CD നമുക്കറിയാം ഇറ്റ് ഈസ് A പ്ലസ് സി B പ്ലസ് ഡി ആണ്. സ്റ്റാർ ആരുണ്ട്, EF ഉണ്ട്. ഇങ്ങനെ രണ്ട് ഓർഡേഡ് പേരുകൾ തമ്മിൽ സ്റ്റാർ ഓപ്പറേഷൻ നടത്താനുള്ള ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടത്തെ എക്സ് കോർഡിനേറ്റും ഇവിടത്തെ എക്സ് കോർഡിനേറ്റും കൂടി ആഡ് ചെയ്ത് ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് എഴുതുക, രണ്ടാമത്തെ വൈ കോർഡിനേറ്റുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് വൈ കോർഡിനേറ്റ് ആയിട്ട് എഴുതുക. then we get A പ്ലസ് സി പ്ലസ് ഇ കിട്ടും, ഇവിടെ B പ്ലസ് ഡി പ്ലസ് F നമുക്ക്. Now let's find out AB സ്റ്റാർ ബാക്കി രണ്ടെണ്ണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം, CD സ്റ്റാർ EF നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. AB അല്ലെ, AB സ്റ്റാർ ഇവിടെ CD സ്റ്റാർ EF എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണം, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം. that is we get C plus E, ഇവിടുത്തെ y കോർഡിനേറ്റ് D plus F. ഓക്കെ, ഇവര് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടൂടെ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുകളുടെ സം A പ്ലസ് സി പ്ലസ് ഇ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റുകളുടെ സം ആണ്, ഇവിടുത്തെ B പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് പറയുന്നത് അവിടുത്തെ y കോർഡിനേറ്റുകളുടെ സം ആണ്. we get the same result as above, that is A plus C plus E, B plus D plus F അല്ലേ. that means നമുക്ക് ഇത് പറയാനൊക്കും AB സ്റ്റാർ CD അല്ലേ, അവരും ആരുമായിട്ട് അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം EFുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് AB എന്ന് പറയുന്ന ഓർഡേഡ് പേരിനോട് കൂടി ലാസ്റ്റ് രണ്ടിലത്തെ CDയും EFും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതും സെയിം റിസൾട്ട് ആണ്. therefore star is associative. അങ്ങനെ നമുക്ക് എന്ത് പറയാനൊക്കെ, സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാനൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഈ ഓപ്പറേഷന് നമുക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, അതേ സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആയിരിക്കണം, യുണീക്ക് എലമെന്റ് ആയിരിക്കണം, ഒറ്റ എലമെന്റ് മാത്രം ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു ഒറ്റ എലമെന്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഏത് എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും കിട്ടേണ്ടത് നമ്മൾ ആരുമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ എലമെന്റ് ആയിരിക്കണം കിട്ടേണ്ടത്. നമ്മൾ നേരത്തെ സാധാ സെറ്റുകളിൽ നമ്മൾ അതിനെ ഇ എന്നും പറഞ്ഞിട്ട് വിളിച്ചു, കാരണം നമുക്ക് ഒരു എലമെന്റ് മാത്രം മതിയാവും. പക്ഷെ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് ആകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എപ്പോഴും എലമെന്റ്സ് പെയറായിട്ട് മാത്രമേ വരത്തുള്ളൂ, ജോഡികളായിട്ട് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ജോഡികളായിട്ട് എലമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, ഈ AB എന്ന് പറയുന്നത് നമുക്കൊരു ജനറൽ എലമെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഞാൻ E1 E2 എന്ന് പറഞ്ഞു വിളിക്കും. രണ്ട് പേരാകുമ്പോൾ എന്തായാലും രണ്ടുപേര് വേണമല്ലോ, ഒരു എക്സ് കോർഡിനേറ്റും ഒരു വൈ കോർഡിനേറ്റും വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്നു ലെറ്റ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു AB സ്റ്റാർ E1 E2 എന്ന് പറയുന്നത് ABക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് AB എന്ന് പറയുന്ന ഒരു കോമൺ എലമെന്റ്, ഒരു ജനറൽ എലമെന്റ്, ഇവിടുത്തെ E1 E2 എന്ന് പറയുന്ന ഒരു എലമെന്റുമായിട്ട്, അതാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്, ഒരു ഐഡന്റിറ്റി എലമെന്റ് ആവുമെന്ന് എന്റെ വിശ്വാസത്തിൽ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് E1 E2 എന്ന് പറയുന്ന എലമെന്റ്. ആ E1 E2 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതേ എലമെന്റ് തന്നെ കിട്ടിയിരിക്കുന്നു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ എടുക്കുമ്പോൾ ഇവിടുത്തെ റിസൾട്ട് അനുസരിച്ച് എക്സ് കോർഡിനേറ്റിന്റെ സം, അതായത് എ പ്ലസ് ഇ1 എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് മാറും. ഇവിടെ ബി പ്ലസ് ഇ2 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആയിട്ട് മാറും. ഇതെന്ന് പറയുന്ന ആർക്ക് ഈക്വലാണ്? എ ബിക്ക് ഈക്വലാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഓടയുടെ പേഴ്സുകൾ ഈക്വൽ ആയിട്ട് മാറി. ഓടയുടെ പേരുകൾ ഈക്വൽ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ കണ്ടീഷൻ ഫസ്റ്റ് എലമെന്റുകൾ ഈക്വൽ ടു ഈച്ച് ആയിരിക്കണം. അതേ കണക്ക് സെക്കൻഡ് എലമെന്റും ഈക്വൽ ടു ഈച്ച് ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ടു ഈച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആരൊക്കെ എ പ്ലസ് ഇ1 എന്ന് പറയുന്നത് എക്ക് ഈക്വൽ ആയിട്ട് മാറും. ബി പ്ലസ് ഇ2 എന്ന് പറയുന്നത് ബിക്കും ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ. From there we can find out the value of E1. E1 is equal to A minus A is equal to 0. And here E2 is equal to B minus B is equal to 0. Okay. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് that is ഇവിടെ E1, E2 എന്ന് പറയുന്ന പെയർ എനിക്ക് കിട്ടിയിരിക്കുന്നത് 0 0 എന്ന് പറഞ്ഞാണ് കിട്ടിയത്. ഈ 0 0 എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റ് ആണോ അല്ലേ? അതാണ് എന്റെ പ്രശ്നം. എയിലുള്ള എലമെന്റ് ആണോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എയിലുള്ള എലമെന്റ് ആണോ അല്ലേ? ഓക്കെ അല്ലേ? എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എൻ ക്രോസ് എൻ. എൻ എന്ന് പറയുന്നത് നമുക്കറിയാം നാച്ചുറൽ നമ്പറാണ്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എല്ലാം എന്താവണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. നോ മൈ ക്വസ്റ്റ്യൻ ഈസ് 0 എ നാച്ചുറൽ നമ്പർ ഓർ നോട്ട്? 0 നാച്ചുറൽ നമ്പർ ആണോ അല്ലേ? 0 നാച്ചുറൽ നമ്പർ ആണോ? ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനൊപ്പം ഈ E1 E2 എന്ന് പറയുന്നത് 0 0 which does not belongs to n cross n. That is E1 E2 is not an element of capital A, the given set capital A. So identity element actually 0 0 ആണ്. but 0 0 എവിടെ ഇല്ല? n cross n എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇല്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇല്ല. So we can say that identity element does not exist. അല്ലെ? ഇവിടെ നമുക്ക് ഇത് ഈ കാണുന്ന സെറ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? ഇല്ല. സോ therefore നമുക്ക് പറയാം ഐഡന്റിറ്റി എലമെന്റ് does not exist. ഐഡന്റിറ്റി എലമെന്റ് does not exist. നമ്മൾ എഴുതി വെക്കുന്നു. ഓക്കെ. ഐഡന്റിറ്റി എലമെന്റ് does not exist എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it means that എന്താ പറയുന്നത്? ഈ കാണുന്ന ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷന് എന്തില്ല? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. സോ നോ എലമെന്റ് ഹാസ് ദ ഇൻവേഴ്സ്. ഒരു എലമെന്റിനും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ ഒക്കത്തില്ല? ഇൻവേഴ്സ് പറയാൻ ഒക്കത്തില്ല. ഓക്കെ. ഇത് നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു പ്രോബ്ലമാണ്. എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 2 വർഷം കൂടുമ്പോൾ ഉറപ്പായിട്ടും ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പല കുട്ടികളും തെറ്റിച്ചോദിക്കുന്ന ഒരു സംഗതി, ഈ 0 0 കാണുമ്പോൾ അവര് അറിയാതെ അത് ഏത് എലമെന്റ് ആണ്, ഐഡന്റിറ്റി എലമെന്റ് ആണെന്നുള്ള കൺസെപ്റ്റിലെ ഐഡന്റിറ്റി എലമെന്റ് എഴുതി വെക്കും. ഇറ്റ് ബിലോങ്സ് ടു n ക്രോസ് n എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. അത് തെറ്റാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. 0 0 which does not belongs to n cross n. So we can say that the given operation does not have the identity element. Okay or no? Okay. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് n ക്രോസ് n എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ്. ഇവിടെ സിംഗിൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ബൈ a star b is equal to LCM of a and b. A star b എന്താണെന്ന് പറയുന്നുണ്ട്, എയുടെയും ബിയുടെയും LCM ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് ഫൈൻഡ് 5 star 7. 5 star 7 നിങ്ങൾ കണ്ടുപിടിക്കാം. 5 star 7 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമുക്ക് പറയാം LCM ഓഫ് 5,7 അല്ലെ? 5ന്റെ 7ന്റെ LCM എത്രയാണ്? രണ്ടും കോപ്രൈം ആയതുകൊണ്ട്, കോപ്രൈം വെച്ച് രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും LCM എന്ന് പറയുന്നത് 5 × 7 = 35. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 20 star സിസ്റ്റം. ഇങ്ങനെ ചോദിക്കുന്ന നമ്മുടെ വാല്യൂകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് മാർക്ക് കിട്ടും, 1-2 മാർക്ക് ഇതിന് കിട്ടും. സോ LCM ഓഫ് 20,60 ഇതന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ 20യുടെ 60 LCM കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 20 16 എടുക്കുക, 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 10 8, വീണ്ടും 2 കൊണ്ട് 5 4. ഇതിന്റെ LCM എന്ന് പറയുന്നത് 5 × 4 20, 20 × 4 എന്ന് പറയുന്നത് 80 കിട്ടും. സോ 80. ഇത് രണ്ട് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു LCM കണ്ടുപിടിച്ചാൽ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്താണോ നമ്മൾ ഷോ ചെയ്യണം, കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചു. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് A സ്റ്റാർ B നമുക്ക് എടുക്കാം. A സ്റ്റാർ B എന്ന് പറയുന്നത് എന്താണ് LCM ഓഫ് A, B ആണ്. A സ്റ്റാർ B LCM ഓഫ് A, B ആണ്. ഇപ്പൊ നമ്മൾ 2-ന്റെയും 3-ന്റെയും LCM എന്ന് പറയുന്നതും 3-ന്റെ 2-ന്റെ LCM എന്ന് പറയുന്നത് ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം is equal to LCM of B, E എന്ന് പറഞ്ഞു എഴുതാം and is equal to B star. So that is for all A, B element of capital A. Okay. അപ്പോൾ A star B എന്ന് പറയുന്ന LCM of A, B ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് B star A ഈക്വൽ ആയിട്ട് മാറുന്നുണ്ട് for all A, B element of capital N. Therefore നമുക്ക് പറയാം star is commutative. സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ. നോ. തേർഡ് വൺ, സ്റ്റാർ അസോസിയേറ്റീവ് ആണ്. സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്നുള്ളത് വളരെ ഫ്രീ ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ നോക്കുന്നത്. കാരണം ഇവിടെ 3 എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണ്, 3 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാലും LCM എന്ന് പറയുന്ന ഒറ്റ നമ്പർ തന്നെയായിരിക്കും. ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. ഇതിനകത്ത് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമോ ഇല്ല. നമ്മൾ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെ എഴുതി വെച്ചു കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഇനി അതിന്റെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇത്തിരി നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാനുള്ള റീസണും അത് തന്നെയാണ്. സോ നമുക്കിവിടെ ആദ്യം നമുക്ക് ABC എന്ന് പറയുന്ന 3 എലമെന്റ് നമ്മൾ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ A സ്റ്റാർ B സ്റ്റാർ C എന്ന് പറയുന്നത് A star of LCM of B, രണ്ട് നമ്പേഴ്സിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനോട് കൂടി മറ്റൊരു എലമെന്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടേണ്ടത് ആ 3 നമ്പറിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് LCM of A, LCM of B, C. That is equal to LCM of A, B, C. ഇവിടെയും ബിയുടെയും സിയുടെയും LCM ആയിട്ട് മാറും. ഇനി നമുക്ക് A സ്റ്റാർ B സ്റ്റാർ C എന്താണെന്ന് നോക്കാം. What about A star B? It is LCM of A, B star C, which is equal to നമുക്ക് എന്ത് LCM of A, B, C. രണ്ട് സെയിം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. That is നമുക്ക് പറയാം A സ്റ്റാർ അല്ലെ A സ്റ്റാർ B സ്റ്റാർ C എന്ന് പറയുന്നത് A star of B star C ക്ക് ഈക്വൽ ആണ് for all A, B, C element of natural number ആണ്. Therefore star is associative. Star is associative. Star എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് does there exist any element which act as the identity element of for this operation? ഈ നാച്ചുറൽ നമ്പറിനകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ് ഈ കാണുന്ന ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആലോചിക്കുക, ഐഡന്റിറ്റി എലമെന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു എലമെന്റും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐഡന്റിറ്റി എലമെന്റുമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് എപ്പോഴും നമ്മുടെ ഗിവൺ എലമെന്റ് ആയിരിക്കും. നമ്മൾ ഏത് എലമെന്റാണോ നമ്മൾ എടുത്തതായിരിക്കണം. ഇതാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഒരു എലമെന്റ് നിങ്ങൾ ഇവിടെ എടുക്കുന്ന എലമെന്റും നമ്മുടെ ഒരു വേറൊരു നാച്ചുറൽ നമ്പർ എടുക്കുമ്പോൾ അതേ നമ്പർ തന്നെ LCM ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? 1 ആയിരിക്കും. വളരെ ക്ലിയർ ആണ്. 1-ന്റെയും 3-യുടെയും LCM എന്ന് പറയുന്നത് 3 ആണ്. 1-ന്റെയും 5-ന്റെയും LCM എന്ന് പറയുന്നത് 5 ആണ്. 1-ന്റെയും 100-ന്റെയും LCM എന്ന് പറയുന്നത് 100 ആണ്. അതായത് ഏത് നാച്ചുറൽ നമ്പർ എടുത്ത് നമ്മൾ 1-ഉമായിട്ട് LCM എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടുന്നത് അതേ നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ 1 is the identity element for this operation. 1 എന്ന് പറയുന്നത് ഈ കാണുന്ന ഓപ്പറേഷന്റെ ഒരു ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാം. സോ അതിനുവേണ്ടി നമ്മൾ എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എഴുതും we know that നമുക്കറിയാം we know that LCM of 1, any natural number 1, A is equal to A for all A element of capital N. ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും LCM of 1, A എന്ന് പറയുന്നത് A ആണ്. That is നമുക്ക് കിട്ടും A star 1 എന്ന് പറയുന്നതും 1 star A എന്ന് പറയുന്നതും എപ്പോഴും A ക്ക് ഈക്വൽ ആണ്. Therefore 1 is the
ഐഡന്റിറ്റി എലമെന്റ് ഫോർ ദിസ് ഓപ്പറേഷൻ. 1 എന്ന് പറയുന്നത് ഇവിടുത്തെ എന്തായിട്ട് മാറുടെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് മാറും. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റ് കിട്ടുകയാണെങ്കിൽ now we have to check whether the given set of elements have inverse or not. ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സുകൾക്ക് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഇൻവേഴ്സ് ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് നോക്കാം. 2 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എടുക്കുക. ഈ 2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറും നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് ഇൻവേഴ്സ് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു കേസിനകത്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻവേഴ്സ് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു എലമെന്റ് എടുക്കുന്നു, ആ എലമെന്റിനോട് കൂടി ഞാൻ ഏതെങ്കിലും ഒരു എലമെന്റ് LCM എടുക്കുമ്പോൾ 1 കിട്ടുമോ ഇല്ലയോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതായത് ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കാം, 1 കഴിഞ്ഞിട്ട് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള നമ്പർ ആണല്ലോ നാച്ചുറൽ നമ്പേഴ്സിനകത്ത്. അങ്ങനെയെങ്കിൽ അതിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും കുറഞ്ഞത്. അപ്പോൾ 2ഉം 4ഉം എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അവിടെ 4 ആണ്. 2ന്റെ പോലെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എന്തായാലും 2ന്ന് കണ്ട് കൂടുതലായിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പൊ ഞാൻ 1 നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല, 1 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും LCM ആയിട്ട് കിട്ടത്തില്ല. അൺലെസ് ഏത് കേസിനകത്ത് മാത്രമാണോ 1ഉം 1ഉമായിട്ട് നിങ്ങൾ LCM എടുത്തു നോക്കിയാണ്. LCM ഓഫ് 1,1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഒറ്റ നാച്ചുറൽ നമ്പറിന് മാത്രമേ ഈ LCM എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നുള്ളൂ? ഐഡന്റിറ്റി എലമെന്റ് 1 കിട്ടുന്നുള്ളൂ. അത് 1ഉമായിട്ട് എടുക്കുമ്പോഴാണ്. സോ വി ക്യാൻ സേ ദാറ്റ് വി ഹാവ്, നമുക്ക് ഇങ്ങനെ എഴുതാം, അതിന്റെ കൺക്ലൂഷൻ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചെടുത്താൽ മതി. We know that LCM of 1,1 is equal to 1. Then we will no other natural number have LCM given by 1. Okay. 1 എന്ന് പറയുന്ന LCM വേറെ ഒരു നാച്ചുറൽ നമ്പറിനെ നമുക്ക് മറ്റു നാച്ചുറൽ നമ്പറുമായിട്ട് എടുക്കുമ്പോൾ ഒരിക്കലും കിട്ടത്തില്ല. So 1 is the only one invertible element for this operation LCM in the given set of natural numbers. നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ എഴുതുന്നില്ല, പകരം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുക. 1 is the only one invertible element in the set of natural number for the operation leads to common multiple or LCM. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന് ഇതേപോലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് നമ്മൾ ഇതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആകുമ്പോൾ നിങ്ങളുടെ ഹോം അസൈൻമെന്റ് ആണ്. ഈ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5ന്റെ 7ന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. കോപ്രൈം ആണ് നമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ, അതായത് കോമൺ ഫാക്ടേഴ്സുകൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സും HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ കേട്ടോ. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇനി 20*16 അവിടെ ചോദിക്കുകയാണെങ്കിൽ HCF ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 5 4 എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ മാത്രം എടുത്താൽ മതി. 2 × 2 = 4 ആയിരിക്കും അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അത് നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് സ്റ്റാർ കമ്മ്യൂണിറ്റിയോട് ഇതേ കണക്ക് തന്നെയാണ് LCMന്റെ ബേസിൽ നമ്മൾ HCF കൊടുത്താൽ മതി. ഇവിടെ അതേ കണക്ക് തന്നെയാണ് LCMന്റെ ബേസിൽ എന്ത് കൊടുക്കുക? HCF കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, whether the given operation HCF has identity element ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് എടുക്കുമ്പോൾ, അതായത് ഒരു നാച്ചുറൽ നമ്പറും മറ്റൊരു നാച്ചുറൽ നമ്പറും ഒരു കോമൺ ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ എലമെന്റ് തന്നെ HCF ആയിട്ട് കിട്ടണം. അങ്ങനെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ എലമെന്റിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ അതാണ്. നമുക്ക് ഒരിക്കലും 2 എടുക്കുന്നു, 2ഉം 1ഉമായിട്ടുള്ള HCF എന്ന് പറയുന്നത് ആരാണത്? 1 ആണ്. ഓക്കെ, ഇനി 3ഉം 2ഉമായിട്ടുള്ള HCF എന്ന് പറയുന്നത് എന്താണ്? 3 × 2 HCF 1 ആണ്. പക്ഷെ അവിടെ അപ്പം മാറി. നേരത്തെ 2ഉം 1ഉം ആയിരുന്നു, ഇപ്പൊ ഇവിടെ 3ഉം 2ഉം ആയി. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് നമുക്ക് ഒരിക്കലും എടുക്കാൻ ഒക്കത്തില്ല. 5ഉം 4ഉമായിട്ടുള്ള HCF എന്ന് പറയുന്നത് 1 ആണ്. നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് നമുക്ക് എന്താണ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേ എലമെന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. സോ നമുക്ക് പറയാം HCF of 2 numbers or 2 natural numbers does not have an identity element. എന്തുണ്ടാവത്തില്ല? ഐഡന്റിറ്റി എലമെന്റ് അതിനുണ്ടാവത്തില്ല. ഐഡന്റിറ്റി എലമെന്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇൻവേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഇൻവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇൻവേഴ്സ് ഇല്ല.
സോ നമുക്ക് HCF ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി, അത് എ സ്റ്റാർ ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ ഇൻവേഴ്സ് ആസ് വെൽ ആസ് ദി ഐഡന്റിറ്റി എലമെന്റ്. ഇത് നിങ്ങൾ എന്താണ് ഈ LCM എന്ന് പറയുന്നതിന്റെ ആ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും വളരെ ബൈനറി ഓപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കേസസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അല്ലാത്ത കുറച്ച് പ്രോബ്ലംസുകൾ ഇതിനകത്ത് എന്താണ് ബാക്കി കിടപ്പുണ്ട്. നമ്മുടെ എക്സസൈസിനകത്ത് കുറച്ച് ഒന്നോ രണ്ടോ പ്രോബ്ലംസുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്താണ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സൊല്യൂഷൻ തരും. ഓക്കെ, ഇനി അടുത്ത കേസ്, ഈ ചാപ്റ്റർ ഇപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാരണം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ദിവസം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ഈ ചാപ്റ്റർ നമുക്ക് തീർക്കാൻ കഴിഞ്ഞത് തന്നെ. അപ്പോൾ ഈ കാണുന്നതിനകത്തുള്ള എല്ലാ കണ്ടന്റും അല്ലെങ്കിൽ എല്ലാ പാർട്ടുകളും എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് വളരെയധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതിൽ നമുക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ നല്ലതുപോലെ സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് പേപ്പറിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു എന്താണ് ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരും. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈവ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈവ് സെഷനിൽ കൂടി നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു എക്സാം നമുക്ക് നടത്താവുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം മഹാനവമി, വിജയദശമി ദിവസങ്ങൾ വരികയാണ്. ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരിക. ഡൗട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ നിങ്ങൾ ഇവിടത്തേക്ക് ന്യൂക്ലിയസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തോട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അത് സാറ് അതിനൊന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ലൈവ് ഡിസ്കഷൻ ക്ലാസ് നമുക്ക് ആഫ്റ്റർ നമുക്ക് ഈ ഹോളിഡേയ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദിവസം നമുക്ക് എടുക്കാം. ഓക്കെ.